ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ CSEB നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള GK ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 1083/26. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോവാതെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ പോർഷനിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇന്നത്തെ ഒരു ലൈവ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു സമയത്ത് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓഷ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷനിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പസഫിക് ഓഷ്യൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഫ് ഓൾ ഓഷ്യൻസ് ഇൻ ദ വേൾഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഓഷ്യൻ ഈസ് ഡീപ്പർ ദാൻ ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ഓഷ്യൻസിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു ഓഷ്യന്റെ വേൾഡ് മാപ്പിൽ ഈ ഒരു ഓഷ്യന്റെ പൊസിഷൻ എവിടെയാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു മാപ്പ് ഇതെന്ത് ചെയ്യണം, ഇതൊന്ന് നിങ്ങൾ ഒരു മനസ്സിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഇനിയും വീണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ. നിങ്ങൾക്ക് ഇതിനകത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പം അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് ഈ ഒരു എസ് ഷേപ്പിലാണ് ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ കിടക്കുന്നത്. അപ്പം എസ് ആകൃതിയിലുള്ള ഓഷ്യൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അപ്പം ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ കിടക്കുന്നത് നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയുടെയും ഒരു ഈസ്റ്റ് പോർഷനിലും, അതുപോലെ തന്നെ ആഫ്രിക്കയുടെയും യൂറോപ്പിന്റെയും വെസ്റ്റ് ആയിട്ടുമാണ് ഏത് കിടക്കുന്നത്? ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ കിടക്കുന്നത്. അപ്പൊ ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യനെ തന്നെ ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നും സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നും തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു എസ് ആകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു ഓഷ്യൻ ആണ് ഏത്? അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പൊസിഷൻ നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പം ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഈ ഒരു വെസ്റ്റ് സൈഡിൽ ആരൊക്കെയാണ്? സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈസ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ യൂറോപ്പും ആഫ്രിക്കയാണ്. ഇനി നമ്മൾ പസഫിക് ഓഷ്യൻ നോക്കുകയാണെങ്കിൽ പസഫിക് ഓഷ്യന്റെ ഈസ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയാണ്. അപ്പം ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു പസഫിക് ഓഷ്യൻ കിടക്കുന്നത്. അപ്പൊ ഈ ഒരു പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഇതിന്റെ ബാലൻസ് നമ്മൾ ഇങ്ങനെ കാണാം. നമ്മൾ ഗ്ലോബ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പസഫിക് ഓഷ്യന്റെ ഈ ഒരു ഈസ്റ്റേൺ സൈഡിൽ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും. ഇനി ഈ ഒരു പസഫിക് ഓഷ്യന്റെ ഈ ഒരു ഈസ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ്? ഏഷ്യ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. അപ്പം ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. അപ്പം ഇതിന്റെ ഇടയിലാണ് ആര് കിടക്കുന്നത്? ഈ ഒരു പസഫിക് ഓഷ്യൻ. അപ്പൊ ഈ ഒരു പസഫിക് ഓഷ്യന്റെ ഷേപ്പ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പൊ നമ്മൾ രണ്ട് ഓഷ്യനെ പറ്റി പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഓഷ്യൻ ഏതാണ്? ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ ഇവിടെയാണുള്ളത്. അപ്പം ഇന്ത്യൻ ഓഷ്യൻ ഏതൊക്കെ കോണ്ടിനെന്റ്സിന്റെ ഇടയിലാണ്? ഒന്ന് ആഫ്രിക്ക, ഒന്ന് ഏഷ്യ, ഓസ്ട്രേലിയ. അപ്പം ഇതിന്റെ മൂന്നിന്റെ ഇടയിലായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ കാണപ്പെടുന്നത്. ഇനി നമുക്ക് നാലാമതായിട്ടുള്ള ഓഷ്യൻ ആണ് അന്റാർട്ടിക് ഓഷ്യൻ അല്ലെങ്കിൽ സദേൺ ഓഷ്യൻ എന്ന് പറയുന്നത്. അതെവിടെയാണ് കാണുന്നത്? ഈ ഒരു സൗത്ത് പോളിലായിട്ടാണ് അന്റാർട്ടിക് ഓഷ്യൻ കാണപ്പെടുന്നത്. ഇനി മുകളിൽ എന്തുണ്ട്? ആർട്ടിക് ഓഷ്യൻ ഉണ്ട്. അത് ഭൂമിയുടെ നോർത്ത് പോളിന്റെ ഒരു പാർട്ടായിട്ട് കാണുന്നു. അപ്പൊ നമുക്ക് എത്ര ഓഷ്യൻസ് ആണുള്ളത്? 5 ഓഷ്യൻസ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് പസഫിക്, പിന്നെ ഒന്ന് അറ്റ്ലാന്റിക്, പിന്നെ ഒന്ന് ഇന്ത്യൻ ഓഷ്യൻ, പിന്നെ ആർട്ടിക്, അന്റാർട്ടിക്. ഇനി നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് പസഫിക് ഓഷ്യൻ. അപ്പൊ പസഫിക് ഓഷ്യനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സമുദ്രമാണ്.
അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഓഷൻ ചോദിച്ചാൽ അത് ഏതാണ്? പസഫിക് ഓഷൻ ആണ്. ഇനി സമുദ്രങ്ങളിൽ തന്നെ ഏറ്റവും ആഴമേറിയത്, ഇപ്പൊ ഡീപ്പസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ഓഷൻ ആണ് ഏത്? പസഫിക് ഓഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വാട്ടർ ക്യാരി ചെയ്യുന്നത് ഓഷൻ ചോദിച്ചാലും അത് ഏതാണ്? പസഫിക് ഓഷൻ ആണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം, ഏറ്റവും കൂടുതൽ ഐലൻഡ് അല്ലെങ്കിൽ ആർക്കിപ്പലാഗോ. അപ്പം ഐലൻഡിന്റെ ആ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? ആർക്കിപ്പലാഗോ. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കിപ്പലാഗോ അല്ലെങ്കിൽ ഐലൻഡ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരു പസഫിക് ഓഷനിലാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം അല്ലെങ്കിൽ ഫിഷിംഗ് നടക്കുന്നതും എവിടെ തന്നെയാണ്? ഈ ഒരു പസഫിക് ഓഷനിലാണ്. അപ്പൊ ഇത്ര ഓർത്തിരിക്കുക. അപ്പൊ ലോകത്തിൽ തന്നെ ബിഗ്ഗസ്റ്റ് ആണ്, ഡീപ്പസ്റ്റ് ആണ്, പിന്നെ ഏറ്റവും കൂടുതൽ വാട്ടർ ക്യാരി ചെയ്യുന്നത് ഓഷ്യൻ, പസഫിക് ഓഷൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഐലൻഡ്സ് കാണപ്പെടുന്നതും പസഫിക് ഓഷനിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫിഷിംഗ് നടക്കുന്നത് എവിടെ തന്നെയാണ്? പസഫിക് ഓഷനിലാണ്. ഇനി നെക്സ്റ്റ് ഓഷൻ അല്ല, ഇതിന്റെ ഇനി വിസ്തൃതി പറയുകയാണെങ്കിൽ 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 165.2 ലക്ഷം. അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, കാരണം നമ്മുടെ സിലബസിൽ എന്താ ഓഷ്യൻസ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഈ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇതിന്റെ ഒരു ഏരിയയും കൂടെ ഓർത്ത് വയ്ക്കുക. എത്രയാണ്? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി പസഫിക് സമുദ്രത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗമാണ്. വേണമെങ്കിൽ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം. ഇതെന്താ? ഇതൊരു ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗമാണ്. നമുക്ക് വേണമെങ്കിൽ തെറ്റിച്ച് 4/1 6/1 തരാം. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഇത് എത്ര ആണ്? ലോകത്തിന്റെ ആകെ ഏരിയയുടെ 1/3, 1/3 ആണ് ഈ ഒരു പസഫിക് ഓഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പസഫിക് ഓഷ്യന്റെ ശരാശരി ആഴം, ആവറേജ് ഡെപ്ത് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 4280 മീറ്റർ ആണ് ഇതിന്റെ ഒരു ആവറേജ് ഡെപ്ത്. ഇനി പസഫിക്കിലെ ഏറ്റവും ആഴമുള്ള ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചലഞ്ചർ ഗർത്താണ്. ചലഞ്ചർ ഡീപ്പ് അല്ലെങ്കിൽ മരിയാന ട്രെഞ്ച്. അപ്പൊ മരിയാന ട്രെഞ്ചിലുള്ള ഈ ഒരു ചലഞ്ചർ ഗർത്തമാണ് എന്ത്? ഈ ഒരു പസഫിക് ഓഷനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ചലഞ്ചർ ഗർത്തമാണ്. അതെവിടെയാണ്? മരിയാന ട്രെഞ്ചിലാണ്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, മരിയാന ട്രെഞ്ച് ഏത് ഓഷനിൽ കാണപ്പെടുന്നു? ഏത് ഓഷനിലാണ്? പസഫിക് ഓഷനിലാണ് കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് അറ്റ്ലാന്റിക് ഓഷൻ. അപ്പം അറ്റ്ലാന്റിക് ഓഷനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രമാണ്. അപ്പം പസഫിക് ഓഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഓഷൻ ഏതാണ്? ഈ ഒരു അറ്റ്ലാന്റിക് ഓഷൻ ആണ്. ഇനി ആഴത്തിൽ 3-ാം സ്ഥാനത്താണ്. അപ്പൊ ആഴത്തിൽ എന്ത് ചെയ്തു? ഇത് 3-ാം സ്ഥാനത്ത് പോയി, പക്ഷെ വലുപ്പത്തിലോ ഇതിന് 2-ാം സ്ഥാനം ഉണ്ട്. ഇനി ഗ്രീനിച്ച് രേഖയും ഭൂമധ്യ രേഖയും സംഗമിക്കുന്ന സമുദ്രമാണ്. അപ്പം ഗ്രീനിച്ച് ലൈനും ഈ ഒരു ഇക്വേറ്ററും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു സമുദ്രം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷൻ ആണ്. ഇനി അറ്റ്ലാന്റിക് ഓഷന്റെ ആകെ ഏരിയ ചോദിക്കുകയാണെങ്കിൽ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഒരു അറ്റ്ലാന്റിക് ഓഷന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ശരാശരി ആഴം ചോദിക്കുകയാണെങ്കിൽ 3700 മീറ്റർ ആണ്. അപ്പം ശരാശരി ആഴം 3700 മീറ്റർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് വലുപ്പം നോക്കുകയാണെങ്കിൽ ഇത് രണ്ടാമതും, നമ്മൾ ഡെപ്ത് നോക്കുകയാണെങ്കിൽ ഇത് 3-ാം സ്ഥാനത്തുമാണ് ഈ അറ്റ്ലാന്റിക് ഓഷൻ ഉള്ളത്. പിന്നെ ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണ്? ഇത് ഗ്രീനിച്ച് രേഖയും ഭൂമധ്യ രേഖയും, ഇക്വേറ്ററും ഗ്രീനിച്ച് ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ഒരു ഓഷനിൽ വെച്ചിട്ടാണ്. ഇനി ഇതിന്റെ ആകെ ഏരിയ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഇതിന്റെ ശരാശരി ആഴം പറയുകയാണെങ്കിൽ 3700 മീറ്റർ. ഇനി ഇതിന്റെ ആകെ, അതായത് ഭൂമിയുടെ തന്നെ ആകെ വിസ്തൃതിയുടെ 1/6 ഭാഗമാണ് അറ്റ്ലാന്റിക് ഓഷൻ. പസഫിക് ഓഷൻ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? 1/3 ആയിരുന്നു. ഇത് വന്നപ്പോഴോ 1/6 ആണ്. അപ്പം ആകെ വിസ്തൃതിയുടെ 1/6 ഭാഗമാണ് അറ്റ്ലാന്റിക് ഓഷൻ കവർ ചെയ്യുന്നത്. ഇനി അറ്റ്ലാന്റിക് ഓഷനിലെ ആഴമുള്ള ഭാഗം ചോദിക്കുകയാണെങ്കിൽ മിൽവോക്കി ഡീപ്പാണ്. എന്താണ് മിൽവോക്കി ഡീപ്പ്? പ്യൂർട്ടോറിക്കോ ട്രഞ്ച്. അപ്പൊ പ്യൂർട്ടോറിക്കോ ട്രഞ്ചിലുള്ള മിൽവോക്കി ഡീപ്പാണ് ഈ ഒരു അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോർഷൻ. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ത്രികോണ പ്രദേശം, ഒരു ട്രയാങ്കിൾ ആയിട്ട് ഒരു പ്രദേശം കാണപ്പെടുന്നുണ്ട്. അതാണ് ഇത് ബർമുഡ ട്രയാങ്കിൾ. നിങ്ങൾ ബർമുഡ ട്രയാങ്കിളിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കുറെ ഷിപ്സും എയർക്രാഫ്റ്റ് ഒക്കെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഏത്? ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ് ഏത്? ബർമുഡ ട്രയാങ്കിൾ. അതായത് ഇത് ഭൂമിയിലെ തന്നെ ഏറ്റവും കാന്തശക്തി കൂടിയ പ്രദേശങ്ങളിൽ ഒന്നായിട്ടുള്ള ബർമുഡ ട്രയാങ്കിൾ എവിടെയാണ് കാണപ്പെടുന്നത്? അറ്റ്ലാന്റിക് ഓഷനിലാണ്.
ഇനി നമ്മുടെ അടുത്ത സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഇന്ത്യക്ക് ചുറ്റും കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടലൊക്കെ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഈ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ കാണുന്ന ഓഷൻ ഏത് തന്നെയാണ്? ഇന്ത്യൻ ഓഷനാണ്. അപ്പം ഇത് ഏറ്റവും വലിയ മൂന്നാമത്തെ സമുദ്രമാണ്. ഏറ്റവും വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മൂന്നാമതാണ്. ഇനി ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ്. അപ്പൊ ഈ ഒരു ഇന്ത്യൻ ഓഷന് പേര് കിട്ടാനുള്ള കാരണം ഏത് രാജ്യം തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് മൂന്നാമത്തെ വലിയ സമുദ്രമാണ്. ഇനി ഇതിന്റെ ശരാശരി ആഴം എത്രയാണ്? 3960 മീറ്റർ ആണ് ഇതിന്റെ ശരാശരി ആഴം. അപ്പൊ ഇത് അറ്റ്ലാന്റിക് ഓഷനേക്കാൾ കൂടുതലല്ലേ? ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? വാർട്ടൻ ഗർത്തമാണ്. അപ്പം വാർട്ടൻ ഗർത്തമാണ് ഇന്ത്യൻ ഓഷനിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓഷൻ എന്ന് പറയുന്നത് അന്റാർട്ടിക് ഓഷൻ ആണ്. അതായത് വലുപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഏത്? ഈ ഒരു അന്റാർട്ടിക് ഓഷൻ എന്ന് പറയുന്നത്. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ ചുറ്റി കാണപ്പെടുന്നു. അപ്പൊ ഇത് ഏത് കോണ്ടിനെന്റിനെ ചുറ്റിപ്പറ്റിയാണ് കാണപ്പെടുന്നത്? അന്റാർട്ടിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് എന്ത് പേര് കിട്ടിയത്? അന്റാർട്ടിക് എന്നുള്ള പേര് കിട്ടിയത്. അതുപോലെ തന്നെ ദക്ഷിണ സമുദ്രം, സദേൺ ഓഷ്യൻ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഈ ഒരു അന്റാർട്ടിക് ഓഷൻ ആണ്. അപ്പൊ അന്റാർട്ടിക്ക ഏത് പോളിലാണ്? സദേൺ പോളിലല്ലേ? ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എന്തറിയപ്പെടുന്നു? ദക്ഷിണ സമുദ്രം അല്ലെങ്കിൽ സദേൺ ഓഷ്യൻ എന്ന് ഇതിനെ വിളിക്കപ്പെടുന്നു. ഇനി അന്റാർട്ടിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി നോക്കുകയാണെങ്കിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇനി അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സൗത്ത് സാൻഡ്വിച്ച് ഗർത്തമാണ്. എന്താണ്? സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം. അപ്പം അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സൗത്ത് സാൻഡ്വിച്ച്. നമ്മൾ നേരത്തെ ഇന്ത്യൻ ഓഷന്റെ എന്തായിരുന്നു പറഞ്ഞേ? വാർട്ടൻ ഗർത്തം. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് ആണ് ആർട്ടിക് സമുദ്രം. അപ്പം ആർട്ടിക് സമുദ്രം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഒരു ഓഷ്യനിലെ ഏറ്റവും ചെറിയ ഓഷ്യൻ ഏതാണ്? ആർട്ടിക് ഓഷ്യൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക് ഓഷ്യൻ ആണ്. ഇനി ഭൂമിയുടെ ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു ആർട്ടിക് സമുദ്രത്തിലാണ് ഭൂമിയുടെ നോർത്ത് പോള് കാണപ്പെടുന്നത്. ഇനി ആർട്ടിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി ചോദിക്കുകയാണെങ്കിൽ 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഒരു ആർട്ടിക് ഓഷ്യന്റെ ഈ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. ഇനി ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക് ബേസിൻ ആണ്. അപ്പം ഏറ്റവും ചെറിയ ഓഷ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക് ഓഷ്യൻ ആണ്. ഇനി അതിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക് ബേസിൻ ആണ്. അപ്പൊ ഏറ്റവും വലിയ ഓഷൻ ഏതാണ്? പസഫിക് ആണ്. ഏറ്റവും ചെറുത് ഏതാണ്? ആർട്ടിക് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഓർഡർ നോക്കാം. അതായത് ഇതിന്റെ ഒരു സൈസ് വെച്ചിട്ട് ഇതിനെ നമ്മൾ റാങ്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആദ്യം ഏതായിരിക്കും? ഏറ്റവും വലിയ ഓഷൻ ഏതാണ്? പസഫിക് ഓഷൻ ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷൻ ആണ്. പിന്നെ മൂന്നാമത് ഇന്ത്യൻ ഓഷൻ, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക്. ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇത് എന്ത് വെച്ചിട്ടാണ്? സൈസ് വെച്ചിട്ടാണ്. ഇനി ഡെപ്ത് വെച്ച് നോക്കിയേ. ഡെപ്ത് വെക്കുമ്പോൾ ആദ്യം ഏതാണ്? പസഫിക് ഓഷൻ ആണ്. പക്ഷെ രണ്ടാമത് ആരാണ്? ഇന്ത്യൻ ഓഷൻ ആണ്. അപ്പം ഇത് മാത്രമേ എന്തുള്ളൂ? ഒരു വ്യത്യാസമുള്ളൂ. അപ്പം ഇവിടെയും അവിടെയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഡെപ്ത് വരുമ്പോൾ ആര് സെക്കൻഡ് റാങ്ക് വരും? ഇന്ത്യൻ ഓഷൻ വരും. പിന്നെ തേർഡ് ആണ് അറ്റ്ലാന്റിക്, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഇതിന്റെ ഒരു സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏതാണ്? പസഫിക് ഓഷൻ ആണ്. സെക്കൻഡ് അറ്റ്ലാന്റിക് ആണ്. പക്ഷേ ഡെപ്ത് വരുമ്പോഴോ പസഫിക് ഓഷൻ ഫസ്റ്റ്, സെക്കൻഡ് ഏതാണ്? ഇന്ത്യൻ ഓഷൻ ആണ്. പിന്നെ ഇവിടെ സൈസ് വരുമ്പോൾ തേർഡ് ആണ് ഇന്ത്യൻ ഓഷൻ, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക്. അവിടെ എന്താണ്? അറ്റ്ലാന്റിക്, അന്റാർട്ടിക്, ആർട്ടിക്. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. അപ്പൊ സൈസ് വെച്ചിട്ട് ബിഗ്ഗസ്റ്റ് ഏതാണ്? പസഫിക് ആണ്. സെക്കൻഡ് അറ്റ്ലാന്റിക് ആണ്. പിന്നെ തേർഡ് ഇന്ത്യൻ ആണ്. പിന്നെ അന്റാർട്ടിക്, ആർട്ടിക്. അതേസമയം ഡെപ്ത് വയ്ക്കുമ്പോഴോ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഓഷൻ ഏതാണ്? പസഫിക് ഓഷൻ ആണ്. സെക്കൻഡ് പക്ഷെ ആരാണ്? ഇന്ത്യൻ ഓഷൻ ആണ്. തേർഡ് ആണ് അറ്റ്ലാന്റിക്, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക്. ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയേ. അത് പസഫിക് ഓഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഫ് ഓൾ ഓഷൻസ് ഇൻ ദ വേൾഡ്. അത് കറക്റ്റ് അല്ലേ?
ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. പസഫിക് ഓഷൻ ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റും അതുപോലെ തന്നെ ഡീപ്പസ്റ്റും. ഇനി ഇന്ത്യൻ ഓഷൻ ഈസ് ഡീപ്പർ ദാൻ ദി അറ്റ്ലാന്റിക് ഓഷൻ. അപ്പം ഡെപ്തിന്റെ കാര്യത്തിൽ സെക്കൻഡ് ആര് തന്നെയാണ്? ഇന്ത്യൻ ഓഷൻ ആണ്. അപ്പം ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ബി ആണ്. അപ്പം 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇതപ്പം നമുക്ക് എന്താണ് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതായത് ബേസിക് ഡീറ്റെയിൽസ്, ഓഷന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ ഇടുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഷൻ ലൈസ് എൻറ്റയർലി ഇൻ ദ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ മാപ്പ് കാണിച്ചു തന്നില്ലേ? ആ ഒരു മാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? അതായത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, അതായത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട്, അതായത് പ്രൈം മെറിഡിയൻ അല്ലേ 0 ഡിഗ്രി. അപ്പൊ 0 ഡിഗ്രി പ്രൈം മെറിഡിയൻ എന്ത് ചെയ്യും? അതായത് ഇങ്ങനെ നമ്മൾ ഭൂമി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ. അപ്പം ഇതെന്താണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, ഇത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പം ഈ ഒരു ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന ഓഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഒന്ന് ആൻസർ ചെയ്തേ. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ ഏതാ ഓപ്ഷൻ എന്നുള്ളത്. നിങ്ങൾ ഗസ് ചെയ്യുക. ആ ഒരു മാപ്പ് നിങ്ങൾ കണ്ടില്ലേ? അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന ഓഷ്യൻ. ഓക്കെ, സി ആൻസർ വന്നിട്ടുണ്ട്. അതെ, സി തന്നെയാണ്. അപ്പം ഇന്ത്യൻ ഓഷൻ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന ഓഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഇന്ത്യൻ ഓഷൻ ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പം ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന ഏതാണ് ഓഷൻ? ഏതാണ്? ഇത് ഇന്ത്യൻ ഓഷൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഷൻ ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ. അപ്പം ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ആ ഒരു ഓഷൻ ഏതാണ്? ഇതിന്റെ കൂടെ ആൻസർ പെട്ടെന്ന് ചെയ്തേ. ഏതിനാണ്? അറ്റ്ലാന്റിക് ഓഷൻ ആണോ, പസഫിക് ഓഷൻ ആണോ, ഇന്ത്യൻ ഓഷൻ ആണോ, അതോ ആർട്ടിക് ഓഷൻ ആണോ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ളത്? ഒന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യേ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതായിരിക്കും തോന്നുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പം പസഫിക് ഓഷന് തന്നെയാണ്, അതായത് ഏറ്റവും വലിയ ഓഷനായിട്ടുള്ള പസഫിക് ഓഷന് തന്നെയാണ് എന്തുള്ളത്? ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഏത് ഓഷനാണ് ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ളത്? പസഫിക് ഓഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സർഗാസോ സീ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഷ്യൻ? സർഗാസോ സീ അത് ഞാൻ പറഞ്ഞുതരാം. അത് കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് ഓഷനിലാണ്. അപ്പൊ സർഗാസോ സീ എന്ന് പറയുന്നത് അതൊരു സീവീഡാണ്, ഒരു പായൽ പോലത്തെ ഒരു ചെടിയാണ് ഈ ഒരു സർഗാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സർഗാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീവീഡ് വളരുന്നത് കൊണ്ടാണ് ആ ഒരു കടല്, ഈ കടൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഷനും കടലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഓഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു വലിയൊരു ഒരു വാട്ടർ ബോഡിയാണ് ഓഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ, അത് കരയോട് ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു ചെറിയ പോർഷനാണ് എന്തെന്ന് പറയുന്നത്? സീ എന്ന് പറയുന്നത്. ലൈക്ക് അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ എന്നൊക്കെ പറയില്ലേ? അപ്പം അറേബ്യൻ സീ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷന്റെ പാർട്ട് തന്നെയാണ്. പക്ഷെ അത് കരയോട് ചേർന്ന് കിടക്കപ്പെടുമ്പോൾ എന്ത് വിളിക്കുന്നു നമ്മളതിനെ? അറേബ്യൻ സീ എന്ന് നമ്മൾ അതിന്റെ പേര് പറയുന്നു. അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ. അപ്പം നമ്മൾ ആ ഒരു ഏരിയ ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? അതിനൊരു പേര് മാറ്റം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ആക്ച്വലി എന്തിന്റെ പാർട്ട് തന്നെയാണ്? ഇന്ത്യൻ ഓഷന്റെ പാർട്ട് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷനിൽ ഒരു സെൻട്രലല്ല, ഏകദേശം ഒരു ലാൻഡ് ഇല്ല. ഈ ഒരു സീക്ക്, സർഗാസോ സീക്ക് ചുറ്റും എന്തില്ല? ലാൻഡ് ഇല്ല. അപ്പം ലാൻഡ് ഇല്ലാത്ത ഒരു സീ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു സർഗാസോ സീ എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സീ വീട് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ഫിഷസും അതുപോലെ സീലും, അങ്ങനെ ഒരു മറൈൻ എക്കോസിസ്റ്റം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു സർഗാസോ സീ എന്ന് പറയുന്നത്. അതെവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷനാണ്, നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സീവീഡ് അവിടെ വളരുന്നത് കാരണം ഒരു കപ്പലിന്റെ ഒന്നും മൂവ്മെന്റിന് എന്തല്ല, ആ ഒരു സീ നല്ലതല്ല. എന്ന് വെച്ചാൽ കപ്പലിനൊക്കെ മൂവ് ചെയ്യാൻ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സർഗാസോ സീ എന്ന് പറഞ്ഞ് കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരു അറ്റ്ലാന്റിക് ഓഷനിലാണ്. ഓർത്ത് വെക്കുക. അപ്പോൾ സർഗാസോ സീ എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷനിലാണ്. ഇനി ബർമുഡ ട്രയാങ്കിൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഷൻ? നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ബർമുഡ ട്രയാങ്കിൾ എവിടെയാണ് കാണപ്പെടുന്നത്? അതെ, ഓപ്ഷൻ സി.
ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ്. അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് എന്ത് കാണപ്പെടുന്നത്? ബർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്നത്. ഇനി വിച്ച് ഓഷ്യൻ ഈസ് ഓൾസോ കാൾഡ് ദ ഹെറിംഗ് പോണ്ട്? ഹെറിംഗ് പോണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചാളക്കടൽ എന്ന് പറയും. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. അപ്പം ഹെറിംഗ് പോണ്ട് കാണപ്പെടുന്നത് എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ എന്തുണ്ട്? മത്സ്യസമ്പത്തുണ്ട്. അതുകൊണ്ടാണ് എന്തറിയപ്പെടുന്നത്? ഹെറിംഗ് എന്ന് പറഞ്ഞൊരു ഫിഷിന്റെ ഒരു ആവാസ വ്യവസ്ഥയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഒരു പാർട്ട് തന്നെയാണ് എന്ത്? ഹെറിംഗ് പോണ്ട്. അപ്പം ഹെറിംഗ് പോണ്ട് അല്ലെങ്കിൽ ചാളക്കടൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഓർത്ത് വയ്ക്കുക, ഹെറിംഗ് പോണ്ട് എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് സ്ട്രേറ്റ് കണക്ട്സ് ദ പസഫിക് ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ? അപ്പം ആർട്ടിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്ത് കാണപ്പെടുന്ന സ്ട്രേറ്റ് ഏതാണ്? അപ്പൊ സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾ ഹോർമൂസ് സ്ട്രേറ്റിനെയൊക്കെ പറ്റി ഭയങ്കര ചർച്ചകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, വാറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. അപ്പൊ സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു നാരോ വാട്ടർവേ ആണ്. അതായത് ഈ ഒരു രണ്ട് വാട്ടർ ബോഡിയെ കണക്ട് ചെയ്യുന്ന ഒരു നാരോ പാസേജ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു സ്ട്രേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഈ ഒരു രണ്ട് വാട്ടർ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു നാരോ പാസേജ് ആണ് എന്ത്? ഈ ഒരു സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇസ്തുമസ് എന്ന് പറയുന്നത് എന്താണ്? നാരോ ലാൻഡ് ബ്രിഡ്ജ് ആണ്. അവിടെ ലാൻഡ് ആണ് ബ്രിഡ്ജ് ആയിട്ടുള്ളത്. ഇവിടെ എന്താ ബ്രിഡ്ജ് പോലെ നിൽക്കുന്നത്? വാട്ടർ ബോഡിയാണ്. അപ്പൊ സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് വാട്ടർ ബോഡിക്ക് ഇടയിലുള്ള ഒരു നാരോ വാട്ടർവേ ആണ്. പക്ഷെ ഇസ്തുമസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് വരും. അതായത് അവിടെ എന്ത് ചെയ്യും? നാരോ ലാൻഡ് ആയിരിക്കും അവിടെ ബ്രിഡ്ജ് പോലെ നിൽക്കുന്നത്. ഇനി നമ്മൾ ബേ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ബേ ഓഫ് ബംഗാൾ ഒക്കെ അറിയാം അല്ലേ? അപ്പൊ ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഉള്ളിലോട്ട് കയറി കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു കടലിന്റെ അല്ലെങ്കിൽ ഓഷ്യന്റെ ഭാഗം എന്ത് ചെയ്യണം? ഉള്ളിലോട്ട് കയറി കിടക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ബേ എന്ന് പറയുന്നത്. ഇനി ഗൾഫ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? എൻക്ലോസ്ഡ് ആണ്. അതായത് ഡീപ്പ് പെനിട്രേഷൻ ഓഫ് വാട്ടർ. അപ്പൊ ലാൻഡിന്റെ ഒരുപാട് ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്? ഈ ഒരു വാട്ടർ കയറി കിടക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗൾഫ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പിക്ചർ ഒന്ന് നോക്കുക. അപ്പൊ സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നാരോ, ആ ഒരു വാട്ടർ പാസേജ് ആണ്. അതായത് ഈ ഒരു രണ്ട് വലിയ വാട്ടർ ബോഡി തമ്മിൽ ഇത് കണക്ട് ചെയ്യുന്നു. അതേസമയം ഇസ്തുമസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ എന്താ? നാരോ, ആ ഒരു ലാൻഡ് ആണ് പാസേജ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ ബേ എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ആ ഒരു സീയുടെ പാർട്ട്. അതാണ് ബേ ഓഫ് ബംഗാളിന് എന്താ ആ ഒരു പേര് കിട്ടാൻ കാരണം? അതെന്താ? നമ്മുടെ ആ ഒരു വെസ്റ്റ് ബംഗാളിന്റെയും ആ ഒരു ബംഗ്ലാദേശിന്റെയും ഒക്കെ പാർട്ടിൽ എന്താണ്? ഉള്ളിലോട്ട് കയറി കിടക്കുമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് പേര് കിട്ടിയത്? ബേ ഓഫ് ബംഗാൾ എന്നുള്ള പേര് കിട്ടിയത്. ഇനി ഗൾഫ് പറയുകയാണെങ്കിൽ എന്താണ്? അകത്തോട്ട് കയറി കിടക്കുകയാണ്. നമ്മുടെ തമിഴ്നാടിനൊക്കെ അടുത്തുള്ള ഗൾഫ് ഓഫ് മാന്നാർ. അപ്പൊ അങ്ങനെയൊക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു നാരോ പാസേജ് ഇല്ലേ? അതെന്താണ്? സ്ട്രേറ്റ് അല്ലേ? അപ്പൊ ആ സ്ട്രേറ്റിന്റെ പേര് ഏതാണെന്ന് അറിയാമോ? ഒന്ന് കമന്റ് ചെയ്തേ. ആർക്കെങ്കിലും അറിയാമോ എന്ന് കമന്റ് ചെയ്യേ. അപ്പൊ ശ്രീലങ്കയ്ക്കും ആ ഒരു ഇന്ത്യക്കും ഇടയിലുള്ള ഒരു സ്ട്രേറ്റ് ഏതാണെന്ന് അറിയാമോ? അറിയാവുന്നൊരു പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യേ. അതെ, പാക് സ്ട്രേറ്റ് ആണ്. ഏതാണ്? ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള സ്ട്രേറ്റ് ആണ് പാക് സ്ട്രേറ്റ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പസഫിക് ഓഷ്യനും ആർട്ടിക് ഓഷ്യനും ഇടയിൽ കാണപ്പെടുന്ന ആ ഒരു സ്ട്രേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബെറിംഗ് സ്ട്രേറ്റ് ആണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ആണ്. ഏത്? ബെറിംഗ് സ്ട്രേറ്റ്. ബെറിംഗ് സ്ട്രേറ്റ് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസിൽ കാണാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു സ്ട്രേറ്റ് ആണ് ഏത്? ബെറിംഗ് സ്ട്രേറ്റ്. അപ്പം ബെറിംഗ് സ്ട്രേറ്റ് ഏതിനെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ഏത് വാട്ടർ ബോഡീസിനെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പസഫിക് ഓഷ്യനെയും ആർട്ടിക് ഓഷ്യനെയും തമ്മിലാണ് ഈ ഒരു ബെറിംഗ് കടലെടുക്ക് അല്ലെങ്കിൽ ബെറിംഗ് സ്ട്രേറ്റ് കണക്ട് ചെയ്യുന്നത്. In next question, Bering Strait connect which two water bodies? ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു ആർട്ടിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനും തമ്മിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇനി ബെറിംഗ് സ്ട്രേറ്റ് ലൈസ് ബിറ്റ്വീൻ വിച്ച് ടു കൺട്രീസ്? ഇനി ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഈ ഒരു ബെറിംഗ് സ്ട്രേറ്റ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? റഷ്യ ആൻഡ് USA. അപ്പം റഷ്യക്കും USA ഇടയിൽ കാണപ്പെടുന്ന സ്ട്രേറ്റ് ആണ് ഏത്? ബെറിംഗ് സ്ട്രേറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, ഏതൊക്കെ വാട്ടർ ബോഡീസിനെയാണ് അത് കണക്ട് ചെയ്യുന്നത്? പസഫിക്കിനെയും ആർട്ടിക് ഓഷ്യനെയും തമ്മിലാണ്. ഇനി കൺട്രീസ് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? റഷ്യ ആൻഡ് USA തമ്മിലാണ് ഈ ഒരു ബെറിംഗ് സ്ട്രേറ്റ് കണക്ട് ചെയ്തത്. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഒരുപാട് PSCയുടെ ഒക്കെ കേസിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക, ബെറിംഗ് സ്ട്രേറ്റ്. ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്
ഇത് നമ്മുടെ ഇപ്പം റീസെന്റ് ആയിട്ട് കറണ്ട് സെനാരിയോയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ആണ് ഏത്? ഈ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ ഒന്ന് അറിഞ്ഞു വെക്കുക. നിങ്ങൾ കറണ്ട് സെനാരിയോ ആയിട്ട് ബന്ധപ്പെടുത്തി എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ഒരു സ്ട്രേറ്റ് ആണ് ഏത്? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? ലൈസ് ബിറ്റ്വീൻ വിച്ച് ടു കൺട്രീസ്? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഇറാനും ഒമാനും ഇടയിലാണ്. ഇതിപ്പോ ഇറാൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇത് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം ഇറാനും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പം ഇറാനും ഒമാനും ഇടയ്ക്കുള്ള ആ ഒരു സ്ട്രേറ്റ് ആണ് ഏത്? ഈ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഇറാനും ഒമാനും ഇടയ്ക്കാണ്. ഇനി സൂയസ് കനാൽ. സൂയസ് കനാൽ കണക്ട്സ് വിച്ച് ടു വാട്ടർ ബോഡീസ്? ഇനി അതുപോലെ തന്നെ ഈ ഒരു ബെറിങ് കടലെടുക്ക് പോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു കനാലാണ് ഏത്? സൂയസ് കനാല്. അപ്പം ഇതൊന്ന് ആൻസർ ചെയ്തേ. സൂയസ് കനാല് കണക്ട് ചെയ്യുന്ന ഏതാണ്? ബി. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞു. ബി ആണ്. ഏതിനെയാണ്? മെഡിറ്ററേനിയൻ സീയെയും റെഡ് സീയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് ഏത്? സൂയസ് കനാൽ. അപ്പൊ ഇത് പറഞ്ഞിരിക്കുക, മെഡിറ്ററേനിയൻ സീയെയും റെഡ് സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കനാലാണ് ഏത്? സൂയസ് കനാൽ. ഇതൊരു ആർട്ടിഫിഷ്യൽ കനാലാണ്, അതായത് മാൻമെയ്ഡ് ആണ്. അപ്പൊ മെഡിറ്ററേനിയൻ സീയെയും റെഡ് സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ്? ഈ ഒരു കനാലാണ് സൂയസ് കനാല്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ എൽ നീനോ. അപ്പം എൽ നീനോ ഫിനോമിനൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഷ്യൻ? അതൊക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. എൽ നീനോ ഇപ്പൊ നമ്മൾ ഇതൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? എൽ നീനോ എന്ന് പറയുന്നത്. അപ്പൊ എൽ നീനോ കാരണം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മഴ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാമോ? എല്ലാവരും ഓപ്ഷൻ സി പറയുന്നുണ്ട്. അപ്പം എൽ നീനോ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനുമായി ബന്ധപ്പെട്ട എന്താണ്? ഒരു ഫിനോമിനൻ ആണ് എൽ നീനോ എന്ന് പറയുന്നത്. അപ്പം എൽ നീനോ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു നോർമൽ കാലാവസ്ഥ, അതായത് ഒരു നോർമൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഇക്വേറ്റർ. അപ്പം ഈ ഇക്വേറ്ററിനടുത്തുകൂടെ ഒരു വാം കറന്റ് പോകുന്നുണ്ട്, ഓഷ്യൻ കറന്റ്. ഓഷ്യൻ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഓഷ്യന് മുകളിലൂടെ പോകുന്ന എന്താണ്? ഒരു സമുദ്രജല പ്രവാഹങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഈ ഒരു ഇക്വേറ്ററിന് സമീപം എന്തുണ്ട്? ഒരു വാം കറന്റ് പോകുന്നുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ എന്താണ്? നോർത്തേൺ ഇക്വറ്റോറിയൽ കറണ്ടും ഉണ്ട്, ഈ ഒരു സദേൺ ഇക്വറ്റോറിയൽ കറണ്ടും ഉണ്ട്. അപ്പൊ ഈ ഇക്വേറ്ററിന് ചുറ്റും എന്താണ്? ഈ ഇക്വേറ്ററിന്റെ പ്രത്യേകത എന്താ? ഇക്വേറ്ററിൽ വർഷം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് കിട്ടുന്നുണ്ട്. അതായത് എന്താ? സണ്ണ് നേരിട്ട് ലംബമായിട്ടാണ് ഈ സൂര്യരശ്മികൾ ഇവിടെ പതിക്കുന്നത്. അത് കാരണം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഭയങ്കരമായിട്ട് ചൂട് കിട്ടുന്നത് കാരണം ഈ ഒരു ഓഷ്യനിലെ ഈ ഒരു ഭാഗത്ത് എന്തായിരിക്കും? നല്ല ചൂടായിരിക്കും. അത് കാരണം എന്താണ്? ഇവിടെ നല്ല ആ ഒരു ഓഷ്യൻ വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര വാം ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ട്രേഡ് വിൻസ്, ഇപ്പൊ ട്രേഡ് വിൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിൻസ് ഉണ്ട്. അതായത് പണ്ട് എന്താ? അതിന് വാണിജ്യവാദം എന്ന് മലയാളത്തിൽ പറയും. എന്ന് വെച്ചാൽ പണ്ട് ഈ ട്രേഡിന് വേണ്ടിയിട്ട് ആൾക്കാർ പായ്ക്കപ്പലിൽ സഞ്ചരിക്കുമായിരുന്നു. അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ഒരു ട്രേഡ് വിൻഡ് ഉള്ളത് കാരണം ഇവർക്ക് ആ ഒരു ഡയറക്ഷനിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റി? ഇവരുടെ പായ്ക്കപ്പൽ ഓടിച്ച് ഇവർക്ക് പോകാൻ പറ്റിയത് കൊണ്ടാണ് ഇവർക്ക് ആ ഒരു കാറ്റിന് ഇവരെന്ത് പേര് നൽകി? ട്രേഡ് വിൻസ് അല്ലെങ്കിൽ വാണിജ്യവാദം എന്നുള്ള പേര് കിട്ടി. അപ്പൊ ഈ ഒരു ട്രേഡ് വിൻസ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇവിടുത്തെ ഒരു വാട്ടർ എന്ത് ചെയ്യാണ്? ഈ ഒരു ഈസ്റ്റ് പോർഷനിൽ നിന്ന് വെസ്റ്റ് പോർഷനിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെ എത്തുന്നു? ഈ ഒരു ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും ഈ ഒരു ഈസ്റ്റേൺ സൈഡിൽ ഈ ഒരു വാം വാട്ടർ എത്തുന്നു. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. അപ്പം ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു വാം വാട്ടറിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നു. ആ ഒരു കറണ്ടാണ്, അവിടെ ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ആണല്ലോ, അപ്പൊ ഈ വാട്ടർ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു വാട്ടർ വന്ന് അടിയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഈ വാട്ടർ വേപ്പർ ആയിട്ട് അപ്പൊ എവിടെയാണ് മഴ കിട്ടുന്നത്? ഏഷ്യക്കും ഓസ്ട്രേലിയക്കും ആണ് എന്ത് കിട്ടുന്നത്? ഈ ഒരു മഴ കിട്ടുന്നത്. അത് ഇവിടുത്തെ വാം വാട്ടർ വന്നു, ഇത് വേപ്പറൈസ് ചെയ്ത് മഴയായിട്ട് ലഭിക്കുന്നത് എവിടെയാണ്? ഏഷ്യക്കും ഓസ്ട്രേലിയക്കും ആണ്. അപ്പം അതേസമയം തന്നെ ഇവിടെ നിന്ന് എന്ത് വരുന്നു? ഒരു കറണ്ട് വരുന്നുണ്ട്. അതാണ് പെറൂവിയൻ കറണ്ട്. ഓർത്ത് വയ്ക്കുക, പെറൂവിയൻ കറണ്ട് എവിടെ നിന്ന് വരുന്നു? ഈ ഒരു പസഫിക് ഓഷ്യനിൽ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, ഹംബോൾട്ട് കറണ്ട് എന്നും പറയും. ഈ ഒരു പെറൂവിയൻ കറണ്ട് അല്ലെങ്കിൽ ഹംബോൾട്ട് കറണ്ട് എന്ന് പറയുന്നൊരു കറണ്ട് വരുന്നു. അത് എങ്ങോട്ടാണ് വരുന്നത്? ഈ ഒരു സൗത്ത് അമേരിക്കയുടെ ഈ ഒരു വെസ്റ്റേൺ സൈഡിലോട്ടാണ് ഈ ഒരു
ഈ ഒരു ഹംബോൾട്ട് കറണ്ട് അല്ലെങ്കിൽ പെറൂവിയൻ കറണ്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് കോൾഡ് കറണ്ട് ആണ്, തണുത്തതാണ്. അപ്പം ഇതിനകത്ത് എന്തുണ്ട്, ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞൊരു പായലും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്, ഇതൊരു മീനുകളുടെ ഒക്കെ ഒരു പ്രധാന ഭക്ഷണമാണ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു, മീനുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോർഷനിലോട്ട്, അതായത് ഇവിടെ കാണപ്പെടുന്ന രാജ്യങ്ങളാണ് പെറു, ഇക്വഡോർ തുടങ്ങിയവരൊക്കെ. അപ്പൊ ഈ പെറുവിന്റെ ഇക്വഡോറിന്റെ ഒക്കെ ആ ഒരു പോർഷനിലോട്ട് എന്ത് ചെയ്യുന്നു, ഈ മീനുകൾ കൂട്ടത്തോടെ വരുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷിങ്ങിന്, മത്സ്യസമ്പത്ത് ആ രാജ്യങ്ങൾക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അപ്പം ഈ ഒരു അപ്പൊ നമുക്ക് എൽനീനോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത കറണ്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാണിത്, പെറൂവിയൻ കറണ്ട് അല്ലെങ്കിൽ ഹംബോൾട്ട് കറണ്ട് ആണ്. അത് കോൾഡ് കറണ്ട് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ മഴയും ലഭിക്കുന്നു, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മഴ ലഭിക്കുന്നില്ല. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടെ മത്സ്യസമ്പത്ത് കൂടുന്നു. ഇനി ഈ ഒരു എൽനീനോയുടെ കണ്ടീഷൻ നോക്കാം. എൽനീനോയുടെ കണ്ടീഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ട്രേഡ് വിൻസ്, അത് ഈ ട്രേഡ് വിൻസ് എന്ത് ചെയ്യുന്നു, ഇവിടെ വീക്ക് ആവുന്നു. അപ്പൊ വീക്ക് ആവുന്നത് കാരണം ഈ ഒരു ട്രേഡ് വിൻസ് ഈ ഒരു വാം വാട്ടറിനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. അപ്പം അങ്ങോട്ടൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഒരു വാം വാട്ടർ ഈ ഒരു പെറുവിന്റെ ഭാഗത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്ത് പെറുവിന്റെ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പെറുവിലുള്ള ഫിഷർമെൻ ആണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഒരു ഡിസംബർ മാസങ്ങളിലൊക്കെ ഈ ഒരു അവിടുത്തെ ഒരു സമുദ്രജലം എന്ത് ചെയ്യുന്നു, ഭയങ്കര ചൂടായിട്ട് കിടക്കുന്നതായിട്ട് ഇവർ ഒബ്സർവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അതിന് പേരിട്ടത് ഉണ്ണി യേശു എന്നുള്ള അർത്ഥം വരുന്ന എന്താണ്, എൽ നീനോ എന്നൊരു സ്പാനിഷ് വേർഡിലാണ് ഇവർ അതിനെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫിനോമിനെ വിശേഷിപ്പിച്ചത്. അപ്പം ഈ ഒരു ഫിനോമിനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇവരുടെ മത്സ്യസമ്പത്ത് കുറയുകയും അവർക്ക് എന്ത് ചെയ്യുന്നു, മഴ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പം ഇവർക്കായിരിക്കും മഴ ലഭിക്കുക. കാരണം ചൂടുള്ള വെള്ളം മൊത്തം എന്താണ് ഈ ഒരു പെറുവിന്റെ തീരത്ത് അല്ലെങ്കിൽ ആ സൗത്ത് അമേരിക്കയുടെ തീരത്ത് മുഴുവനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു, മഴ കിട്ടുന്നു. അതേസമയം ഈ ഒരു ഓസ്ട്രേലിയ, ഏഷ്യയിൽ എന്തുണ്ടാവുന്നു, വരൾച്ച ഉണ്ടാവുന്നു. അപ്പം ഇങ്ങോട്ടേക്ക് മഴ ലഭിക്കുന്നില്ല, അങ്ങോട്ടേക്ക് മഴ ലഭിക്കുന്നു. അവർക്ക് എന്തുണ്ടാവും, ഫ്ലഡും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് അതാണ് ലാനീന എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ട്രേഡ് വിൻസ് എന്ത് ചെയ്യുവാണ്, കൂടുവാണ്. ഇവരുടെ ശക്തി എന്ത് ചെയ്യുന്നു, കൂടുന്നു. അങ്ങനെ ഈ ട്രേഡ് വിൻസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു കൂടുതൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും ഭാഗത്തോട്ട് വരുന്നു. ആ കൂടുതലായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൂടുതൽ മഴ ലഭിക്കുന്നു. അതാണ് എന്ത്, ലാനീന കണ്ടീഷൻ. അപ്പൊ ലാനീന കണ്ടീഷനാണ് നമുക്ക് ഇന്ത്യ പോലുള്ള നമുക്ക് ഇങ്ങോട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കും ഓസ്ട്രേലിയക്കൊക്കെ ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, എൽ നീനോയും ലാനീന എന്ന് പറഞ്ഞത്. ലാനീനയുടെ മീനിങ് വരുന്നത് പെൺകുട്ടി എന്നുള്ളൊരു അർത്ഥത്തിലാണ് ലാനീനയ്ക്ക് ആ ഒരു പേരിട്ടേക്കുന്നത്. മറ്റേത് എൽ നീനോ എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശു, ചൈൽഡ് ക്രൈസ്റ്റ് എന്നുള്ളൊരു അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടി എന്നുള്ളൊരു പേരിലാണ് എൽ നീനോ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ ഒരു ജനറൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷന് ഈ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു പസഫിക് ഓഷ്യന്റെ എന്താണ്, ഹീറ്റിങ്ങും കൂളിങ്ങും. അതാണ് ഈ ഒരു ജനറൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ദ വാം വാട്ടർ ഓഫ് ദ സെൻട്രൽ പസഫിക് ഓഷ്യൻ സ്ലോലി ഡ്രിഫ്റ്റ് ടുവേർഡ് സൗത്ത് അമേരിക്കൻ കോസ്റ്റ് ആൻഡ് റീപ്ലേസസ് ദ കോൾഡ് പെറൂവിയൻ കറണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഒരു നോർമൽ കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് ഇത് എന്ത് ചെയ്യും, ഈ ഒരു സെൻട്രൽ പസഫിക് ഓഷ്യനിലെ വാം വാട്ടർ എങ്ങോട്ട് ചെയ്യും, സൗത്ത് അമേരിക്കൻ കോസ്റ്റിലോട്ട് പോവുകയും അവിടുത്തെ എന്ത് ചെയ്യുന്നു, ഈ കോൾഡ് പെറൂവിയൻ കറണ്ടിനെ എന്താക്കി മാറ്റും, വാം കറണ്ട് ആക്കി മാറ്റും. നമ്മൾ നേരത്തെ ആ ഒരു ഫിഗറിൽ പറഞ്ഞില്ലേ. ഇനി സച്ച് അപ്പിയറൻസ് ഓഫ് വാം വാട്ടർ ഓഫ് ദ കോസ്റ്റ് ഓഫ് പെറു ഈസ് നോൺ ആസ് എൽ നീനോ. അപ്പൊ പെറുവിന്റെ തീരത്ത് ആ വരുന്ന ഹംബോൾട്ട് കറണ്ട് അല്ലെങ്കിൽ പെറൂവിയൻ കറണ്ട് വാം വാട്ടർ ആയിട്ട് മാറുന്ന ആ ഒരു ഫിനോമിനനാണ് എന്തെന്നറിയപ്പെടുന്നത്, എൽ നീനോ എന്നറിയപ്പെടുന്നത്. In the El Nino event is closely associated with the pressure changes in the Central Pacific and Australia. അപ്പൊ ഈ ഒരു ചൂടിന്റെയും തണുപ്പിന്റെ ഇതിങ്ങനെ വേരിയേഷൻ ഉണ്ടാവല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, കടലിന് മുകളിലുള്ള പ്രഷറിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രഷർ കണ്ടീഷനിൽ ആ ഒരു വേരിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സദേൺ ഓസിലേഷൻ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു വേർഡും പ്രതീക്ഷിക്കാം, സദേൺ ഓസിലേഷൻ. അപ്പൊ ഈ ഒരു കമ്പൈൻഡ് ഫിനോമിനൻ. അപ്പൊ ഈ പ്രഷർ ചേഞ്ച് മൂലം സദേൺ ഓസിലേഷൻ ഉണ്ടാവുന്നു. അതായത് ഇത് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ പ്രഷർ ചേഞ്ച് മൂലം. അതായത് ചൂടും തണുപ്പ് എന്ത് ചെയ്യുന്നു, മാറി മാറി ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സദേൺ ഓസിലേഷൻ. അതായത് ഈ എൽ നീനോ ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത് 2 മുതൽ 7 വർഷം വരെയാണ്. അപ്പൊ 2 മുതൽ 7 വർഷം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീസണൽ ആയിട്ട് ഈ ഒരു ഫിനോമിനൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ഫിനോമിനോടെ കമ്പയർ ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, എൻസോ. അതായത് സദേൺ ഓസിലേഷൻ ആൻഡ് എൽ നീനോ ഈസ് നോൺ ആസ് എൻസോ. അപ്പൊ എൻസോ എന്ന് പറഞ്ഞാൽ എന്താ, എൽ നീനോ സദേൺ ഓസിലേഷൻ ആണ് എൻസോ എന്നുള്ളത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ
നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഈ എൻസോ എന്നുള്ള ടേം കണ്ടിട്ട് അന്നേരം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കരുത്. അതായത് എൽനീനോ ആൻഡ് സദേൺ ഓസിലേഷന്റെ ഷോർട്ടാണ് എന്തെന്ന് പറയുന്നത്, എൻസോ എന്ന് പറയുന്നത്. ഇത് അരിഡ് വെസ്റ്റ് കോസ്റ്റ്, അരിഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ. അപ്പം ഈ ഒരു സൗത്ത് അമേരിക്കയുടെ ആ ഒരു അരിഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കോസ്റ്റ് എന്ത് ചെയ്യും, റിസീവ് ഹെവി റെയിൻഫോള്, അവർക്ക് എന്ത് ചെയ്യും, കൂടുതൽ മഴ കിട്ടും. എന്നിട്ട് ഡ്രോട്ട് ഒക്യോസ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് സംടൈംസ് ഇൻ ഇന്ത്യ ആൻഡ് ഫ്ലഡ്സ് ഇൻ ചൈന. അപ്പം എൽനീനോ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഡ്രോട്ടാണ് സംഭവിക്കുക, അതായത് മഴയ്ക്ക് കുറവാണ് സംഭവിക്കുക. അപ്പം ഇത്തവണയും നമുക്ക് എന്താണ്, മൺസൂണ് കുറവായിരിക്കും, അതായത് എൽനീനോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായിരിക്കും, മഴ കുറവായിരിക്കും. അപ്പം ഇവിടെ അതായത് ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഡ്രോട്ട് ആയിരിക്കും, അതിൽ ഓസ്ട്രേലിയയിലും. പക്ഷേ ഈ ഒരു സൗത്ത് അമേരിക്കയുടെ അതായത് പെറു, ഇക്വഡോർ ആ ഭാഗങ്ങളിലൊക്കെ എന്തായിരിക്കും, ഹെവി റെയിൻഫോൾ ആയിരിക്കും. അതുപോലെ ചൈനയിലും എന്തുണ്ട്, ഫ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കാം. ഇനി ലാനീന എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു എൽനീനോയുടെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ലാനീന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി ചോദിക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയോ, നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ മനസ്സിലായവരൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇടുവോ, മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? മനസ്സിലായോ, ക്ലിയർ ആയോ? ഓക്കെ. അപ്പം എങ്കിൽ നമുക്ക് ഇതിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം. അത് എൽനീനോ ഓഫൻ കോസസ് വീക്കർ മൺസൂൺ ഇൻ, എവിടെയാണ് എൽനീനോ വീക്കർ മൺസൂൺ ഉണ്ടാക്കുന്നത്, ഏത് രാജ്യത്താണ്? ഇന്ത്യ, ഗ്രീൻലൻഡ്, ഐസ്ലാൻഡ്, ജപ്പാൻ ഓൺലി. ഇതിന്റെ ആൻസർ പെട്ടെന്നൊന്ന് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യ. ഓപ്ഷൻ എ ഇന്ത്യയിലാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയ്ക്കുമാണ് എന്ത് ചെയ്യുന്നത്, മൺസൂണിന് എൽനീനോ സംഭവിക്കുമ്പോൾ മൺസൂണിന് കുറവുണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൽനീനോ ക്യാൻ ലീഡ് ടു ഡ്രോട്ട് ഇൻ വിച്ച് കൺട്രി? ഡ്രോട്ട് എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ നോക്കിയിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഡി. അതെ, ബോത്ത് എ ആൻഡ് സി. ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും ആണ് എന്തുണ്ടാക്കുന്നത്, എൽനീനോ വരുമ്പോൾ ഡ്രോട്ട് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൽനീനോ ഓഫൻ ബ്രിങ്സ് ഹെവി റെയിൻഫോൾ ടു, എവിടെയാണ് എൽനീനോ കാരണം ഹെവി റെയിൻഫോൾ ഉണ്ടാവുന്നത്? അതെ, ഓപ്ഷൻ എ ആണ്. പെറുവിനും ഇക്വഡോറിനുമാണ് എൽനീനോ കാരണം ഹെവി റെയിൻഫോൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഷോർട്ട് ടൈം ക്ലൈമാറ്റിക് പ്രഡിക്ഷൻസ് which one of the following events detected in the last decade is associated with the occasional weak monsoon rains in the Indian subcontinent? ഇതൊന്ന് ആൻസർ ചെയ്തേ. ഇത് നമ്മുടെ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇത്രയും കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഒരു പേടി തോന്നും. ഇപ്പൊ ഇത് നമ്മൾ പഠിച്ചല്ലേ, ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ഏതാണ്? ഓപ്ഷൻ സി. അതെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, എൻസോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമുക്ക് എൻസോ എന്നൊക്കെ തരുമ്പോൾ എന്താ ചെയ്യത്തില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം എൽനീനോ ആൻഡ് സദേൺ ഓസിലേഷൻസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ദെയർ ഫാക്ടറി അറ്റ്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിൽ ഏത് സ്ഥലത്താണ് അവരുടെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത്? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മസൂലി പട്ടണമാണ്. അപ്പൊ മസൂലി പട്ടണത്താണ് എന്ത് ചെയ്തത്, ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് അസോസിയേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? സൂററ്റാണ്. അപ്പം സൂററ്റിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഫാക്ടറി സ്ഥാപിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി ആരംഭിച്ച സ്ഥലം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാക്ടറി ആരംഭിച്ച എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എവിടെ തന്നെയാണ്? മസൂലി പട്ടണത്തിൽ തന്നെയാണ്.
അപ്പം ബ്രിട്ടീഷും ഡച്ചും ഫാക്ടറി ആരംഭിച്ചത് എവിടെ തന്നെയാണ്? മസൂലി പട്ടണത്തിലാണ്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ഏതാണ്? ബംഗാൾ. പ്ലാസി യുദ്ധം നമുക്കറിയാവുന്നതാണ്. അപ്പൊ പ്ലാസി യുദ്ധത്തിന് ശേഷം പ്ലാസി യുദ്ധമുണ്ട്, അതുപോലെ തന്നെ ബക്സാർ യുദ്ധമുണ്ട്. അതെന്നാണ് നടക്കുന്നത്? 1757ലും 1764ലുമാണ്. അപ്പൊ അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലം എവിടെയാണ്? ബംഗാളിലാണ് ഈ ഒരു ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് അധികാരം നേടുന്നത്. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? സെന്റ് ജോർജ് കോട്ടയാണ്. സെന്റ് ജോർജ് കോട്ട അത് എവിടെയാണ് സ്ഥാപിക്കുന്നത്? മദ്രാസിലാണ്. അത് ഏത് വർഷമാണ്? 1644ലാണ്. ഇനി അത് നിർമ്മിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? ഫ്രാൻസിസ് ഡേ ആണ്. അപ്പം ആദ്യത്തെ കോട്ട എവിടെയാണ് പണിയുന്നത്? മദ്രാസിലാണ്. ഏതാണ് ആ കോട്ട? സെന്റ് ജോർജ് ആണ്. ഏത് വർഷമാണ്? 1644ലാണ്. ഇനി കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കോട്ട ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഫോർട്ട് വില്യം ആണ്, അല്ലെങ്കിൽ വില്യം കോട്ട എന്നറിയപ്പെടുന്നത്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. ഇനി 2025 ഇന്ത്യൻ കരസേന ഈ ഒരു ഫോർട്ട് വില്യമിന്റെ പേര് മാറ്റി എന്താക്കി? വിജയ് ദുർഗ് എന്നാക്കി. ഓർത്തു വെക്കുക. അപ്പം 2025 ഇന്ത്യൻ കരസേന എന്ത് ചെയ്തു? ഈ ഒരു ഫോർട്ട് വില്യമിന് എന്ത് പേര് മാറ്റി? വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ എസ്റ്റാബ്ലിഷ് ആയ ഡേറ്റ് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഈ വർഷം എന്തായാലും ഓർത്തിരിക്കുക, 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത്. എന്നാണ് ആ ഇയർ ഓർത്തിരിക്കുക. എളുപ്പമുണ്ട് അല്ലെ? 1600. അതുപോലെ തന്നെ ഡിസംബർ 31 എന്ത് വരുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത്. ഇനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാ ചോദിച്ചാൽ എന്നാണ്? 1602 അപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു. അതിനുശേഷം ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതെന്നാണ്? 1616. ഇനി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആകുമ്പോൾ 1628. ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആകുമ്പോൾ 1664. അപ്പൊ ഇത്രയും വർഷങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഡിസംബർ 31. ആ ഡേറ്റ് അടക്കം പഠിച്ചിരിക്കുക. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആകുമ്പോൾ 1602, ഡെൻമാർക്ക് ആകുമ്പോൾ 1616, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആകുമ്പോൾ 1628. ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുമ്പോഴോ 1664. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രേസ് ചന്ദ്രശേഖർ ലിമിറ്റ് ഈസ് റിലേറ്റഡ് ടു. ഇതെന്ന് പറഞ്ഞാൽ സയൻസിൽ നമുക്ക് നല്ലൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ക്വസ്റ്റ്യൻ ഒന്ന് ടഫ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചന്ദ്രശേഖർ ലിമിറ്റ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? മാസ് ഓഫ് സ്റ്റാർസുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിട്ടാണ്? മാസ് ഓഫ് സ്റ്റാർസ്. ചന്ദ്രശേഖർ ലിമിറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ചന്ദ്രശേഖർ ലിമിറ്റ് ഈസ് എസെൻഷ്യലി എ കോസ്മിക് വെയിറ്റ് ലിമിറ്റ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഫൈനൽ ഫേറ്റ് ഓഫ് എ സ്റ്റാർ. അതായത് ഈ ഒരു ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാറിന് എന്തുണ്ട്? ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അപ്പം ഈ ഒരു സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ലിമിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. അത് വെൻ എ സ്റ്റാർ ലൈക്ക് അവർ സൺ റൺസ് ഔട്ട് ഓഫ് ഫ്യൂവൽ ഇറ്റ് ഷ്രിങ്ക്സ് ഇൻ എ സ്മാൾ ഡെൻസ് റെമനന്റ് കോൾഡ് എ വൈറ്റ് ഡ്വാർഫ്. അതായത് നമ്മുടെ സൂര്യനെ പോലുള്ള സ്റ്റാർസ് അതിന്റെ ഫ്യൂവൽ തീരുമ്പോൾ, അപ്പൊ സൂര്യനിൽ നടക്കുന്ന ആ ഒരു പ്രതിഭാസം എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അതായത് 4 ഹൈഡ്രജൻ അകത്ത് എന്താവുന്നു? ഒരു ഹീലിയം ആറ്റമായി മാറിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയമാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു എനർജി തീരും. അവർ തീരുന്ന സമയത്ത് സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ എന്തായി മാറും? വൈറ്റ് ഡ്വാർഫ് അല്ലെങ്കിൽ വെള്ളക്കുള്ളന്മാരായിട്ട് മാറും. ഇനി however there is a strict limit to how heavy a white dwarf can be, specifically 1.44 times of the mass of our sun. അപ്പൊ ഈ ഒരു വൈറ്റ് ഡ്വാർഫ് ആകുന്നതിന് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് സൂര്യന്റെ 1.44 ടൈംസ് മാസ് വരെയുള്ള നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? വൈറ്റ് ഡ്വാർഫായി മാറും. അതായത് 1.44 ടൈംസ് മാസ്, സൂര്യന്റെ അത്രയും ടൈംസ് മാസ് ഉള്ള എന്ത് ചെയ്യും? നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? വൈറ്റ് ഡ്വാർഫ് ആയിട്ടാണ് അതിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ അത് അങ്ങനെയാണ് മാറുന്നത്. അപ്പൊ ഈ 1.44 ടൈംസ് ദ മാസ് ഓഫ് ദി സൺ ആണ് എന്തെന്ന് പറയുന്നത്? ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ചന്ദ്രശേഖർ ലിമിറ്റ് എത്രയാണ്? അപ്പം 1.44 ടൈംസ് ഓഫ് ദി മാസ് ഓഫ് ദ സൺ ആണ്. ഇനി ഈ ഒരു ത്രഷോൾഡിന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റാർ stays stable because the pressure from its internal electron is strong enough to push back against the crushing force of gravity.
അതായത് ഇതിന്റെ ഇൻസൈഡ് എന്തുണ്ട്, ഒരു ഗ്രാവിറ്റി വന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ ക്രഷ് ചെയ്യുകയാണ്. ഈ ഒരു നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും, എക്സ്പ്ലോഡ് ചെയ്യും. അപ്പം ഇത്രയും ഈ ഒരു സൂര്യന്റെ 1.44 ടൈംസ് മാസ് വരെ ഉള്ളവർ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എക്സ്പ്ലോഷന് വിധേയമാകാതെ അവർ എന്ത് ചെയ്യും, വൈറ്റ് ഡ്വാർഫ് ആവും. പക്ഷെ ഈ ഒരു മാസിൽ കൂടുതലുള്ളവർ എന്ത് ചെയ്യും, ഈ ഒരു ഗ്രാവിറ്റിയും ഈ ഒരു ഫോഴ്സും തമ്മിലുള്ള എന്ത് ഉണ്ടാവും, ഒരു ടഗ് ഓഫ് വാർ, ഒരു വടംവലി നടക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു നക്ഷത്രം എന്ത് ചെയ്യും, അതിനകത്തോട്ട് തന്നെ എന്ത് കൊളാപ്സ് ചെയ്യും. അപ്പൊ ഇതാണ് ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ആവറേജ് സ്റ്റാർ എന്താവും, മാറും, റെഡ് ജയന്റ് ആവും. പിന്നെ എന്താ, ഈ പ്ലാനറ്ററി നെബുലാവും. പിന്നെ എന്താ, വൈറ്റ് ഡ്വാർഫ് ആവും. പക്ഷെ ഒരു മാസമുള്ള സ്റ്റാർ ആണെങ്കിൽ റെഡ് സൂപ്പർ ജയന്റ് ആവും. പിന്നെ എന്ത് ചെയ്തും, എക്സ്പ്ലോഷൻ ആണ്. അപ്പൊ സൂപ്പർനോവ ആയിട്ട് ഒന്നെങ്കിൽ അത് എന്താവും, ന്യൂട്രോൺ സ്റ്റാർ ആവും, അല്ലെങ്കിൽ എന്താവും, ബ്ലാക്ക് ഹോൾ ആവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് കൊളാപ്സ് ലീഡ്സ് ടു എ മാസീവ് എക്സ്പ്ലോഷൻ ആൻഡ് ഫോഴ്സസ് ദ stars to transform into something even more extreme such as a neutron star or a black hole. അപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ ഈ ഒരു അതായത് മാസ് കുറവുള്ള അതായത് സൂര്യനും അതിനേക്കാളും 1.44 ടൈംസ് മാസ് കുറവുള്ള നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും, ലാസ്റ്റ് എന്തായി മാറും, വൈറ്റ് ഡ്വാർഫ് ആയി മാറും. അതേസമയം അതിലും കൂടുതൽ മാസ് ഉള്ള സ്റ്റാർസ് എന്താവും, സൂപ്പർനോവയായിട്ട് എക്സ്പ്ലോഡ് ചെയ്യും. പിന്നെ എന്താവും, ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളോ ആയിട്ട് മാറും. ഇതാണ് സിംപ്ലി ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ഇതിന് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇത്രയൊന്നും ഇതൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഇത്തരം കൺസെപ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി ഇത് വെച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? പാർസെക്, പ്രകാശവർഷം, ചന്ദ്രശേഖർ പരിധി, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതിൻ്റെ ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്ത് എല്ലാവരും. ചന്ദ്രശേഖർ ലിമിറ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ചന്ദ്രശേഖർ ലിമിറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? മാസ് ഓഫ് സ്റ്റാർസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം ചന്ദ്രശേഖർ ലിമിറ്റ് ആണ് നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്. അപ്പൊ ബാക്കിയെല്ലാം എന്താണ്, നീളത്തിന്റെ യൂണിറ്റ് ആണ്. ഓർത്തിരിക്കുക, ഏതൊക്കെയാണ്? പാർസെക്, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒക്കെ എന്താണ്, ഈ ഒരു നീളത്തിന്റെ യൂണിറ്റ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇതും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു സോളാർ സിസ്റ്റത്തിനകത്ത് തന്നെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്ത്, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇനി ലൈറ്റ് ഇയർ നോക്കുകയാണെങ്കിൽ നിയർ ബൈ സ്റ്റാർസ്, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും നിയർ ബൈ സ്റ്റാർസിനെയൊക്കെ അളക്കാൻ പറ്റുന്നതാണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിന് 1 വർഷം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരമാണ് എന്തെന്ന് പറയുന്നത്, ലൈറ്റ് ഇയർ. അപ്പൊ ലൈറ്റ് ഇയർ എന്താണ്, പ്രകാശത്തിന് 1 വർഷം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി പാർസെക് പറയുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നുള്ള ദൂരെയുള്ള ഗാലക്സീസും നെബുലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുമായിട്ട്, അതായത് വലിയൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ വലിയൊരു ഡിസ്റ്റൻസ് അളക്കാനാണ് പാർസെക്. അതായത് ഈ ഒരു AU അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്തുള്ള, അത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള, അതൊക്കെ ഏത് യൂണിറ്റിലാണ് പറയുന്നത്, അസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് പറയുന്നത്. ഇനി ലൈറ്റ് ഇയർ പറയുകയാണെങ്കിൽ അതൊരു മീഡിയം റേഞ്ച് അളക്കാനാണ് ഈ ഒരു ലൈറ്റ് ഇയർ ഉപയോഗിക്കുന്നത്. അതായത് ഇതെന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഹൗ ലോങ് ഇറ്റ് ടേക്സ് ലൈറ്റ് ടു റീച്ച് അസ് ഫ്രം നിയർ ബൈ സ്റ്റാർസ്. അപ്പൊ നിയർ ബൈ സ്റ്റാർസിന്റെ ആ ഒരു ഡിസ്റ്റൻസ് അളക്കാനാണ് ഈ ഒരു ലൈറ്റ് ഇയർ. ഇനി പാർസെക് നോക്കുകയാണെങ്കിലോ, ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്ന പാരലാക്സ് സെക്കൻഡ് എന്ന് പറഞ്ഞ 2 വേർഡ്സിൽ നിന്നാണ്. ഇതെന്തിനാ, ഡിസ്റ്റൻസ് ടു സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ്, അത്രയും ദൂരെയുള്ള ഒബ്ജക്റ്റിനെ വെക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്ര ഓർത്ത് വയ്ക്കുക. ഈ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർസെക് എന്തിന്റെ യൂണിറ്റ് ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഇതിനകത്ത് ഇയർ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ടൈമിന്റെ ഒക്കെ ആണെന്ന്, പക്ഷെ അല്ല, ഇത് ഡിസ്റ്റൻസിന്റെ ആണ്. ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്കിനി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ചോദിക്കുകയാണെങ്കിൽ പ്രകാശരശ്മികൾ, അതായത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ പൊട്ടാസ്യം, സീസിയം, സിങ്ക് തുടങ്ങിയ മൃദുലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസമാണ് എന്ത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞിരിക്കേണ്ട, അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇതുമായിട്ട് എന്തെങ്കിലും അസോസിയേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അതെന്ത് ചെയ്യും, ഫ്രം എ മെറ്റീരിയൽ, യൂഷ്വലി എ മെറ്റൽ, വെൻ ഇറ്റ് അബ്സോർബ്സ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സച്ച് ആസ് അൾട്രാ വയലറ്റ് ലൈറ്റ് ഓർ എക്സ്റേസ്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു മെറ്റൽ, അതായത് സിങ്ക്, പൊട്ടാസ്യം, സി ഒക്കെ പോലുള്ള ലൈറ്റ് മെറ്റലിനകത്ത് എന്ത് ചെയ്യാണ്, ലൈറ്റ് വന്ന് വീഴുമ്പം അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇലക്ട്രോണ് എമിറ്റ് ചെയ്യാണ്. ആ ഒരു എന്താണ് എഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ് കണ്ടോ, ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ, ലൈറ്റ് ഇൻസിഡന്റ് ആവുന്നു. അപ്പൊ ഈ മെറ്റലിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ആവും.
അപ്പൊ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഇനി നമുക്ക് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. പക്ഷെ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ഈ ഒരു ആൽബർട്ട് ഐൻസ്റ്റൈന് നൊബേൽ പ്രൈസ് കിട്ടുന്നതിന് കാരണമാകുന്ന ഈ ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ആൽബർട്ട് ഐൻസ്റ്റൈന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഐൻസ്റ്റൈന് നൊബേൽ പ്രൈസ് കിട്ടാൻ കാരണമായിട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിനാണ് ആൽബർട്ട് ഐൻസ്റ്റൈന് ഈ ഒരു നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഇനി സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം, ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അപ്പൊ ഇത്രയൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് ടിൻഡൽ എഫക്റ്റ്. ഇപ്പൊ ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെ, കൊളോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ടാണ് ഈ കൊളോയിഡ് സസ്പെൻഷൻ എന്നൊക്കെ തിരിക്കുന്നത്. ഇപ്പൊ ഒരു 10⁻⁻7 മുതൽ 10⁻5 വരെ ആ ഒരു പാർട്ടിക്കിൾ സൈസ് ഉള്ള ആ ഒരു മിശ്രിതത്തെയാണ് എന്തെന്ന് പറയുന്നത്? കൊളോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ മിശ്രിതത്തിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നതിലൂടെ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ്. അപ്പൊ ആ പിക്ചർ കണ്ടോ? നമ്മൾ ആ ഒരു കാട്ടിലൊക്കെ എന്ത് ചെയ്യും? അതായത് അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സൺലൈറ്റ്, ആ ഒരു ബീം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ പാത്ത് നമുക്ക് എന്താവുന്നുണ്ട്? ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിംപ്ലി ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വരാം, ഈ ഒരു പ്രതിഭാസം എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. ഇതിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒന്ന് പറയുകയാണെങ്കിൽ ദ ടിൻഡൽ എഫക്ട് ഈസ് ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ലൈറ്റ് ബൈ പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡ് ഓർ ഫൈൻ സസ്പെൻഷൻ മേക്കിംഗ് എ ലൈറ്റ് ബീം വിസിബിൾ ആസ് ഇറ്റ് പാസസ് ത്രൂ ദി മിക്സ്ചർ. അപ്പൊ സിംപ്ലി അത്ര നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ പറയുന്നത് രാമൻ എഫക്റ്റ് ആണ്. അപ്പം രാമൻ എഫക്റ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ത് ചെയ്യാണ്? ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ദ്രാവകത്തിലൂടെയോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലൂടെയോ പാസ് ചെയ്തിട്ട് ഒരു എന്ത് ചെയ്യാണ്? നമ്മളൊരു മെറ്റലിൽ എന്തെങ്കിലും ഒരു പദാർത്ഥത്തിൽ നമ്മൾ ഇൻസിഡന്റ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു കോടി ബീം പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണത്തിന് എന്ത് ചെയ്യും? അതായത് ആ ഒരു ബീം വരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? അതിനകത്തെ മോളിക്യൂളിന്റെ എനർജി ഒന്നെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലോസ് ചെയ്യാം. അങ്ങനെ ഇത് എന്ത് ചെയ്യും? ഈ ഒരു എനർജി അബ്സോർബ് ചെയ്യുകയോ ലോസ് ചെയ്യുന്ന ഒരു സമയത്ത്, അതായത് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ വേവ് ലെങ്ത് കുറയും. അങ്ങനെ വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അത് വേറൊരു ലൈറ്റോ എന്തെങ്കിലും ആവും. അപ്പം ആ ഒരു പ്രതിഭാസമാണ് എന്ന് പറയുന്നത് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? CV രാമനാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. അതായത് രാമൻ എഫക്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. അതായത് ഈ ഒരു പദാർത്ഥത്തിൽ വന്ന ആ ഒരു മോളിക്യൂളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിൽ തട്ടുമ്പോൾ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? എനർജിയിലാണ് ചേഞ്ച് ചെയ്യുന്നത്. എനർജി കൂടുവാണെങ്കിൽ വേവ് ലെങ്ത് കുറയും, എനർജി കുറയുവാണെങ്കിൽ വേവ് ലെങ്ത് കൂടും. അത് വൈസ് വേഴ്സ ആയിരിക്കും. അപ്പോൾ എഫക്ട് ഈസ് എ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ദാറ്റ് ഒക്കേഴ്സ് വെൻ എ ബീം ഓഫ് ലൈറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ്. അതായത് സ്കാറ്റർ ചെയ്യുകയാണ്. സ്കാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാത്തിനൊരു ഡീവിയേഷൻ ഉണ്ടാകുന്നതിനാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ബൈ മോളിക്യൂൾസ് ഇൻ എ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. ഇത് ഡിസ്കവർ ചെയ്ത ആരാണ്? CV രാമനാണ്. 1928 അപ്പോൾ ഈ ഒരു ഫിനോമിനൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ദാറ്റ് സ്കാറ്റേർഡ് ലൈറ്റ് ക്യാൻ ചേഞ്ച് എനർജി ബേസ്ഡ് ഓൺ ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ മെറ്റീരിയൽ ഇറ്റ് പാസസ് ത്രൂ. അതായത് എന്താണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? എന്താണ്? സ്കാറ്റേർഡ് ലൈറ്റ് ക്യാൻ ചേഞ്ച് എനർജി. ഇതിന് എന്ത് ചെയ്യാം? ഒരു എനർജി ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സ്പെക്ട്രത്തെയാണ് പറയുന്നത് രാമൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പെക്ട്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏത് മെറ്റീരിയൽ ആണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഈ സ്പെക്ട്രം കണ്ടിട്ട് എന്ത് ചെയ്യാം? കാരണം ഓരോ മോളിക്യൂൾസിനും ഡിഫറെന്റ് ആ ഒരു വൈബ്രേഷൻ ലെവലായിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ എവിടെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പദാർത്ഥങ്ങളുടെ ഒക്കെ ക്വാളിറ്റി അളക്കാനും ഇപ്പൊ ചൊവ്വയിലൊക്കെ ആ ഒരു റോക്കിന്റെ ഒരു ഘടന പഠിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു രാമൻ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി ഈ രാമൻ എഫക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഓപ്ഷനിൽ പല എന്തെങ്കിലും വരാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൺസെപ്റ്റ് കിട്ടിയല്ലോ. അപ്പൊ ഇത് ആരാണ് കണ്ടുപിടിച്ചത്? CV രാമനാണ്. അദ്ദേഹത്തിന് ഇതിന് നോബൽ പ്രൈസ് ഒക്കെ ലഭിക്കുകയുണ്ടായി. അപ്പം വേണമെങ്കിൽ ചോദിക്കാം എന്ത് കണ്ടുപിടിച്ചിട്ടാണ് CV രാമന് നോബൽ പ്രൈസ് കിട്ടിയത്? അപ്പൊ എന്തിനാണ്? രാമൻ എഫക്റ്റിനാണ്. അപ്പം ഇത്രയൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കാം.
ഇനി ബ്ലൂ കളർ ഓഫ് ദ സീ, ഈ ഒരു ബ്ലൂ കളർ ഓഫ് ദ സീയും എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ഇത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ബ്ലൂ കളർ ഓഫ് ദ സീ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? CV രാമനാണ്. അതായത് ദ സീസ് കളർ ഈസ് നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് ദ സ്കൈ. പണ്ട് ആൾക്കാർ വിചാരിച്ചിരുന്നത് എന്താണ്? ഈ ഒരു ആകാശത്തിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ഒരു കടലിൽ കാണുന്നത്, അതാണ് കടലിന്റെ നീല നിറത്തിന് കാരണം എന്നായിരുന്നു. പക്ഷെ ഇതെന്താണ്? റിസൾട്ട് ഓഫ് ദ സ്കാറ്ററിങ് ഓഫ് സൺലൈറ്റ്. ഇപ്പൊ സൺലൈറ്റിന്റെ സ്കാറ്ററിങ് കൊണ്ടിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു നീല നിറം ഈ ഒരു കിട്ടുന്നത്. അപ്പം ഇത് കണ്ടുപിടിച്ചതും ആരാണ്? ഈ ഒരു CV രാമനാണ്. അദ്ദേഹത്തിന് 1930 ഇതിന് വേണ്ടിയിട്ട് എന്ത് കിട്ടി? നൊബേൽ പ്രൈസ് കിട്ടി. അപ്പൊ രാമൻ എഫക്ട് കണ്ടുപിടിച്ചത് ആരാണ്? CV രാമനാണ്, ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഇത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ലോർഡ് റെയ്ലി ആണ്. ഓർത്തിരിക്കുക, ലോർഡ് റെയ്ലി ആണ് ഈ ഒരു ബ്ലൂ കളർ ഓഫ് ദ സ്കൈ എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടെ എന്താണ്? സ്കാറ്ററിങ് ആണ്. അപ്പം ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ബ്ലൂ ലൈറ്റ് എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്കൈ നമ്മൾ ബ്ലൂ ലൈറ്റിൽ കാണപ്പെടുന്നു. അപ്പം ഇത് റെയ്ലേ സ്കാറ്ററിങ് കണ്ടുപിടിച്ചത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഓർത്തിരിക്കുക എന്താണ്? ഈ ഒരു ബ്ലൂ കളർ ഓഫ് ദ സ്കൈ കണ്ടുപിടിക്കുന്നത് ആരാണ്? ഈ ഒരു ലോർഡ് റെയ്ലി ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയും പഠിപ്പിച്ചതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമോ? കാരണം നമുക്കിപ്പം സമയം 5 മണി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇത് നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇപ്പോൾ ഒന്ന് ചോദിക്കാം നമ്മൾ ഇതുവരെ പഠിപ്പിച്ചതിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും വാചകങ്ങളോ വാക്കുകളോ, കാരണം നിങ്ങൾക്ക് ചില വാചകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിച്ചിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പരീക്ഷ എഴുതുന്നവരുണ്ടാവാം, ക്ലർക്കിന്റെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവരും ഒന്ന് പറയാമോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്നൊന്ന് പറയാമോ? അങ്ങനെ ആയിരുന്നു നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നാളെ ഉണ്ട്. അപ്പൊ നാളെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം ഈ ഒരു ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നാളെ കാണാം.